മറാഠ രാജ്ഞിയായിരുന്ന അഹല്യാഭായ് ഹോൾക്കറുടെ 300-ാം ജന്മദിനത്തിൽ RSS മേധാവി മോഹൻ ഭാഗവത് നടത്തിയ ഒരു വീഡിയോ സന്ദേശമുണ്ട്, ഒരു പ്രസ്താവനയുണ്ട്. അതാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യാൻ പോകുന്നത്. മോഹൻ ഭാഗവത് പറഞ്ഞത് രാജ്ഞി മികച്ച ഭരണ നേട്ടം കാഴ്ചവെച്ച ഒരാളായിരുന്നു. രാജ്ഞിയുടെ കാലത്ത് കർഷകരെയും അതുപോലെ തന്നെ തൊഴിലില്ലാതിരുന്ന ആളുകളെയും ഒക്കെ ഉൾക്കൊള്ളിക്കാൻ ഒരു പ്രത്യേക പദ്ധതി ഉണ്ടായിരുന്നു. ആ രീതിയിൽ മാതൃകാപരമായ ഭരണമായിരുന്നു അഹല്യാഭായിയുടേത് എന്നാണ് മോഹൻ ഭാഗവത് പറഞ്ഞത്. നമുക്കറിയാം, നമ്മുടെ കർഷക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ, തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിലൊക്കെ നരേന്ദ്രമോദി വലിയ പരാജയമായിരുന്നു എന്ന് പ്രതിപക്ഷം ആവർത്തിച്ച് പറയുന്ന ഒരു സമയമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മോഹൻ ഭാഗവതിൻ്റെ ഈ ഒരു പരാമർശം ആരെ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്നാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പ്രമോദ് സർ, ഈ പറഞ്ഞത് മോദിയെ ലക്ഷ്യം വെച്ച് തന്നെയാണ് എന്ന വിലയിരുത്തലിലേക്ക് പലരും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ആ രീതിയിലുള്ള പല പ്രതികരണങ്ങളും നമ്മൾ കാണുന്നുണ്ട്. മോദി സത്യത്തിൽ മടുത്തു RSSന്? അല്ല, ഇത് പറഞ്ഞത് മോദിയെ നേരിട്ട് സൂചിപ്പിച്ചുകൊണ്ടാണ് എന്നത് ഒരു അതിവായനയാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം അങ്ങനെ ഒരു പക്ഷേ ഈ പറഞ്ഞ അഹല്യാബായിയെ കുറിച്ച് സംസാരിക്കാൻ അധികം പേർക്ക് അറിയുന്ന ഒരാളല്ല. മറാഠ രാജ്ഞിയായിരുന്നു. അപ്പോൾ പിന്നെ ഭർത്താവ് മരണപ്പെട്ട ശേഷം ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് രാജ്യം ഭരിച്ച ഒരാളായിരുന്നു എന്നാണ്. അപ്പോൾ അവരെക്കുറിച്ചുള്ള സംഗതികൾ പറയുമ്പോൾ ഉറപ്പായിട്ടും അവരുടെ നല്ല വശങ്ങൾ മുഴുവൻ പറയേണ്ടി വരും. ആ പറയുന്നതിൻ്റെ ഒരു സൂചന എന്ന് പറയുന്നത്, അതിൽ നമ്മൾ എടുത്ത് കാണാൻ നമ്മൾ അതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടി വന്ന കാര്യം എന്ന് വെച്ചാൽ ഈ അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ, കാർഷിക പ്രശ്നങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തു എന്നുള്ളത്. അവിടെ ഒരു കാര്യമുള്ള ദിവ്യ, ഈ RSSനെ സംബന്ധിച്ചിടത്തോളം ഈ സ്വദേശി സംഗതികൾ ഉള്ളത് കാരണം സ്വദേശി വികസനം എന്നുള്ള ഒരു കാഴ്ചപ്പാട് അവർക്കുള്ള, രാജ്യത്തിനകത്ത് തന്നെ എല്ലാം തന്നെ ഒരു എന്താ പറയുക, സ്വയം സമ്പൂർണ്ണമായ ഒരു സംഗതി ഉണ്ടായിരിക്കണം എന്നുള്ള കാഴ്ചപ്പാട് അവർക്കുണ്ട്. വിദേശ വസ്ത്രങ്ങളോടാവട്ടെ അല്ലെങ്കിൽ വിദേശത്തുനിന്ന് വരുന്ന സംഗതികളോടൊക്കെ ഒരു പ്രത്യേകതരമായ കാഴ്ചപ്പാടാണ് RSSന് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ പിന്നീട് ഒരു ഭരണത്തിലേക്കൊക്കെ വരുമ്പോൾ ഉണ്ടാകാവുന്ന മാറ്റങ്ങളൊക്കെ അവർക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവർ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സ്വയം സമ്പൂർണ്ണമായ ഒരു സമ്പദ് വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അവർക്ക് പണ്ടേയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് എപ്പോഴും ഈ സാമ്പത്തിക വിഷയങ്ങളെ കാണുക, ജനങ്ങളുടെ പ്രശ്നങ്ങളെ കാണുക, തൊഴിലില്ലായ്മ അല്ലെങ്കിൽ ദാരിദ്ര്യം അല്ലെങ്കിൽ കർഷകരുടെ പ്രശ്നങ്ങൾ, ഇത്തരം വിഷയങ്ങളെല്ലാം കാണുന്നത് അങ്ങനെയാണ്. ഭരണത്തിൽ വരിക എന്ന് പറഞ്ഞാൽ അതുകൂടി അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട്. അത് പലർക്കും യോജിക്കാൻ കഴിയുന്ന ഒരു സംഗതി ആവണമെന്നില്ല. കാരണം ഇന്ത്യ മാത്രമായിട്ട് ഈ ആഗോളവൽക്കരണം വന്നതിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയും സ്വയം സമ്പൂർണ്ണമായിട്ട് നിൽക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര നടക്കുന്ന കാര്യമൊന്നുമില്ല. പക്ഷെ അവരങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ ഊന്നിയിട്ടാണ്. കാരണം ഇന്ത്യയാണല്ലോ എല്ലാം, അവർക്ക് ഇന്ത്യയാണ് എല്ലാം, ബാക്കിയെല്ലാം മറ്റേ അത്രയൊന്നും ഇതില്ലാത്ത രാജ്യങ്ങളാണ്. ഇന്ത്യയാണ് വലിയ രാജ്യം. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുള്ള ഒരു സംഗതിയായിരുന്നു. അതിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന എല്ലാ പോയിന്റ്സും മോഹൻ ഭാഗവത് എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ കൊണ്ടുവരുമായിരുന്നു. അതല്ലാതെ ഇത് നേരിട്ട് മോദിക്കിട്ടൊരടി എന്ന നിലയിൽ പറഞ്ഞതാണ് എന്ന് എനിക്ക് അങ്ങനെ പറയാൻ കഴിയുന്നില്ല. പക്ഷേ അതേസമയം തന്നെ മറ്റൊരു കാര്യം നമ്മൾ കാണേണ്ടത്, മോദിയുമായി എല്ലാ കാലത്തും മോഹൻ ഭാഗവത്തിന് ഒരു ഹെയ്റ്റ് ആൻഡ് ലവ് റിലേഷൻഷിപ്പ് തന്നെയായിരുന്നു. പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തിന് നേരിട്ട് തന്നെ മോദിയെ തള്ളി പറയേണ്ടി വന്നിട്ട്, അത് റൈറ്റ് ഫ്രം ഈ 2002 കാലഘട്ടത്തിലെ ഈ പിന്നെ ഗുജറാത്ത് കൂട്ടക്കൊലയ്ക്ക് ശേഷം നരേന്ദ്രമോദി തന്നെ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതിനെ എതിർക്കുന്നത് മുതൽ അവിടുന്ന് മുതൽ മോഹൻ ഭാഗവതിന് ആ ചെറിയ പ്രശ്നമുണ്ടായി. 2014 തൊട്ട് മുമ്പ് പ്രധാനമന്ത്രി പദത്തിലേക്ക് ആരായിരിക്കണം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് തീരുമാനിക്കാൻ ഗോവയിൽ ചേർന്ന നാഷണൽ എക്സിക്യൂട്ടീവിൽ മോദിക്ക് അനുകൂലമായി തീരുമാനമെടുപ്പിക്കാൻ വേണ്ടി നിയുക്തനായത് മോഹൻ ഭാഗവത് തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള സമ്മർദ്ദങ്ങളെക്കുറിച്ച് പിന്നീട് പല വാർത്തകളും വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് അദ്ദേഹത്തെ തന്നെ നിയോഗിക്കുകകൂടി ചെയ്യുന്നത് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കൂടിയായിരുന്നു. മോദിയും ഭാഗവതും തമ്മിലുള്ള ഒരു ഈഗോ, ചെറിയ ഒരു അകൽച്ച ഉണ്ട്, അത് പരിഹരിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഈ 10 വർഷത്തിന് ശേഷവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് കാണാം ചില കാര്യങ്ങളിൽ മോഹൻ ഭാഗവത്തിൻ്റെ കമൻറ്റുകളും മറ്റും വരുന്നത് മോദിക്കെതിരാണ് എന്ന് പലരും സംശയിക്കത്തക്ക രീതിയിലുള്ളതായിരുന്നു. അപ്പോൾ ആ ഒരു സംഗതി അവിടെ നിൽപ്പുണ്ട്.
ആ സംഗതി ഏൽപ്പെട്ട് അതുമാത്രമല്ല RSSനെ ഇന്ന് എങ്ങനെ കാണണമെന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു കാര്യമായി മാറിയിട്ടുണ്ട്. കാരണം ഭരണം ഇത്രയും മുന്നോട്ട് പോയ ഘട്ടത്തിൽ BJP വളർന്ന ഘട്ടത്തിൽ ഇപ്പോൾ JP നഡ്ഡ തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് ഇനിയും അങ്ങനെ ഒരു RSSൻ്റെ ഒരു തണലിൽ നിൽക്കേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് സ്വന്തമായി തന്നെ മുന്നോട്ട് പോകാൻ ഒരു ഘട്ടത്തിലാണ് RSS ഞങ്ങളെ സഹായിച്ചിരുന്നതെന്നൊക്കെ പറയുകയും ചെയ്തു. ഇതൊരു വശത്ത് നിൽക്കുന്നു. മറ്റൊരു വശത്ത് പക്ഷേ ഇതിനകത്ത് ഈ സംഘപരിവാറിനകത്ത് കോൺഫ്ലിക്ട്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭീകരമായ കോൺഫ്ലിക്ട്സ് ഉണ്ട്. നിതിൻ ഗഡ്കരിയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടുന്ന ഈ ദ്വന്ദ്വത്തിനെതിരെ വല്ലാത്ത അസ്വസ്ഥതകൾ മഹാരാഷ്ട്രയിലെ BJPയിൽ പടരുന്നുണ്ട്. നാഗ്പൂരിലാണ് അതിൻ്റെ ഏറ്റവും കാര്യമായ ചലനങ്ങൾ നമ്മൾ കാണുന്നത്. അവിടെ നാഗ്പൂരിൽ മത്സരിക്കുന്ന നിതിൻ ഗഡ്കരിയെ തോൽപ്പിക്കാൻ വേണ്ടി തന്നെ പിന്നെ പ്ലാൻ ഉണ്ടായിട്ടുണ്ട്, അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന സൂചനകൾ വാർത്തകളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല അവിടെ നരേന്ദ്രമോദിയോ അമിത്ഷായോ പോയി പ്രസംഗിച്ചിട്ടില്ല എന്നുള്ളതും കൂടി നമ്മൾ കാണേണ്ടതാണ്. അതുകൊണ്ട് അത്ര സുഖകരമായ അവസ്ഥയാണ് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഈ പറഞ്ഞ ഒരു പ്രയോഗം കൊണ്ട് മാത്രം, ഒരു വാചകങ്ങൾ കൊണ്ട് മാത്രം എന്ന് ഞാൻ ഉറപ്പിച്ച് പറയില്ല. യെസ്, എന്തായാലും ഷാദി ഈ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ RSS BJP ബന്ധം ഉലയുന്നതിൻ്റെ ഒരു അല്ലെങ്കിൽ ആ ഒരു കോൺഫ്ലിക്റ്റ് ഒന്നുകൂടി രൂക്ഷമാകുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്ക് കാണാമോ? കോൺഫ്ലിക്റ്റ് എന്ന് നിലയ്ക്കൊന്നും ഡെവലപ്പ് ചെയ്തൊന്നും പറയാൻ പറ്റില്ല. ഈ സംഭവം മോദിക്കെതിരായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാനും പറ്റില്ല, അല്ലാന്നും പറയാൻ പറ്റില്ല, ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷെ സാറ് പറഞ്ഞിട്ടുള്ള പരിതസ്ഥിതിയുണ്ട്, ആ സാഹചര്യം അവിടെ നിൽക്കുന്നുണ്ട്. കാരണം RSSനെ സംബന്ധിച്ച് RSS എക്കാലവും കരുതുന്നത് RSS ആണ് ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം. അതിൻ്റെ പല ശാഖകളിൽപ്പെട്ട ഒന്നാണ് BJP. RSSന് ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്, അതിലൊന്നാണ് BJP. അപ്പോൾ BJPക്ക് അത്രേ ഉള്ളൂ, അതിനപ്പുറത്തേക്കില്ല. അതായത് RSSന്റെ അപ്പനാണ് BJP എന്നതില്ല, BJPയുടെ രക്ഷകർത്താവ് എന്ന് പറഞ്ഞാൽ RSS ആണ് എന്നതായിരുന്നു നമ്മൾ മനസ്സിലാക്കി പോന്നിരുന്ന ഒന്ന്. അപ്പോഴാണ് JP നദ്ദ പറയുന്നത് ഒരു ഘട്ടത്തിൽ RSS ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്, ഇപ്പം ഞങ്ങൾക്ക് RSSന്റെ സഹായം ആവശ്യമില്ല. ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞാണ്, BJP എന്ന പാർട്ടി സത്യത്തിൽ നരേന്ദ്രമോദി CEO ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് കമ്പനി ആയിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതൊരു ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് അങ്ങനെ RSSന്റെ സഹായം, എല്ലാ ദിവസവും RSSുമായിട്ടുള്ള കൺസൾട്ടേഷൻ, എല്ലാ നയപരിപാടികളും RSSനോട് ഡിസ്കസ് ചെയ്യുക, പുതിയ കൊണ്ടുവരുന്ന നിയമങ്ങൾ RSSനോട് ഡിസ്കസ് ചെയ്യുക, നാഗ്പൂർ ഡിസ്കഷൻ, അതൊന്നും അവർക്കില്ല. മോദി അമിത്ഷായും കൂടിയാണ് ഇത് മൊത്തം ടോട്ടൽ ഡിസൈൻ അവരുടെ കയ്യിലാണ്. ഏത് നിയമം കൊണ്ടുവരണം, ഏതൊക്കെ നയം കൊണ്ടുവരണം, സർക്കാർ എങ്ങനെ പോകണം, പാർട്ടി എങ്ങനെ പോകണം. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇലക്ഷൻ എടുക്കുക. കേരളത്തിലെ ഇലക്ഷനിൽ RSSകാരല്ലല്ലോ വന്നത്. ഇപ്പോൾ നിങ്ങൾ ഫോണിൽ വിളിച്ചിട്ട് സുരേഷ് ഗോപിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം, നരേന്ദ്രമോദിയുടെ ഭരണത്തിന് നിങ്ങൾ വോട്ട് ചെയ്യില്ലേ എന്നൊക്കെ ചോദിക്കുന്ന നമ്മുടെ ഈ കോൾ സെൻറ്ററിൽ നിന്ന് വിളിക്കുന്ന ആൾക്കാരെ പോലെ പൈസ കൊടുത്ത ആളുകൾ വെച്ചിരിക്കുകയാണ്. അത്രയും പണം മുടക്കി ഒരു കോർപ്പറേറ്റ് കമ്പനി എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ വലിയ ഹോർഡിങ്ങുകൾ വെക്കുക, പൈസ, ദേ ഹാവ് ലോട്ട്സ് ഓഫ് മണി. ആ പൈസ ഉപയോഗിച്ച് അവർ കമ്പനിയെ പോലെ വർക്ക് ചെയ്യണം. അത് അവർക്ക് ആവശ്യമുള്ള സ്ഥലത്ത് അവർ വിഭജനം പ്രസംഗിക്കുന്നു, ആവശ്യമുള്ള സ്ഥലത്ത് നേതാക്കളെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നു, മറ്റു സ്ഥലത്ത് ആളുകളെ പർച്ചേസ് ചെയ്യുന്നു. വേറൊരു ലെവലിലാണ് അതിൻ്റെ പോക്ക്. അങ്ങനെയാണ് ആ പാർട്ടി വളരുന്നത്. അല്ലാതെ RSSൻ്റെ കാര്യവാഹകന്മാർ അല്ലെങ്കിൽ അതിൻ്റെ സാധാരണ പ്രവർത്തകർ തെരുവിലിറങ്ങി നടന്ന് വീടുകൾ കയറി ആളുകളെ കണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാന ശിലകൾ പറഞ്ഞ് പഠിപ്പിച്ചല്ല BJP വളരുന്നത്. BJP വളരുന്നത് സംസ്ഥാനങ്ങളിൽ പൈസ കൊടുത്ത ആളുകളെ പർച്ചേസ് ചെയ്തും, ആളുകളെ ഭീഷണിപ്പെടുത്തി ഒപ്പം ചേർത്തും, അല്ലാത്തവരെ ജയിലിലിട്ടും, മാധ്യമങ്ങളെ നിരോധിച്ചും, പൈസയുടെ കളിയാണ്. അപ്പോൾ അത് പ്രവർത്തിക്കുന്നത് അങ്ങനെയായിരിക്കെ അതിൻ്റെ CEO മോഡിയാണ്. ഇന്നത്തെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് നിങ്ങൾ വോട്ട് ചെയ്യുന്നത് മോഡിയെ നോക്കി ചെയ്യണം എന്നാണ് അമിത്ഷാ പറയുന്നത്. അതുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞല്ലോ മോദി 75-ാം വയസ്സിൽ വിരമിക്കുമെന്ന്. പെട്ടെന്ന് പേടിച്ചു പോയി. ഒരു കാര്യത്തിലും മറുപടി പറയാൻ എൻകേജ് ചെയ്യാൻ തയ്യാറാവാത്ത അമിത്ഷാ ഓടി വന്ന് പറഞ്ഞു, നോ, മോദി വിരമിക്കില്ല. കാരണം മോദി വിരമിക്കും. മോദി വിരമിച്ചാൽ ഈ രാഷ്ട്രീയത്തിന് ഞങ്ങൾ അണിനിരക്കാൻ എമ്പാടും ആളുകളെ വേറെ പ്രാപ്തരാക്കിയിട്ടുണ്ട്. ഈ പ്രത്യയശാസ്ത്രത്തിനാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്ന് പറയാൻ തയ്യാറല്ല. അവർ പറയുന്നത് നിങ്ങൾ മോദിക്ക് വോട്ട് ചെയ്യുമെന്നാണ്. അവരുടെ മോദിക്ക് ഗ്യാരണ്ടി എന്നാണ് അതിൻ്റെ തലക്കെട്ട്. അപ്പോൾ അവർ വിൽക്കുന്ന പ്രോഡക്റ്റ് മോദിയാണ്, RSSനെ അല്ല. RSSൻ്റെ പ്രത്യയശാസ്ത്രത്തെ അല്ല, RSS മുന്നോട്ട് വെക്കുന്ന ആശയധാരയല്ല. അത് RSSനെ സംബന്ധിച്ച് അത്ര പിടിക്കുന്ന കാര്യമല്ല. ഒന്നാമത്തെ കാര്യം, നേരത്തെ സാർ പറഞ്ഞ പോലെ RSSൻ്റെ എപ്പോഴത്തെയും പ്രിയപ്പെട്ട പുത്രൻ എന്ന് പറയുന്നത് നിതിൻ ഗഡ്കരിയാണ്. അദ്ദേഹം ചിത്പാവൻ ബ്രാഹ്മണായിട്ടുള്ള RSSനെ എല്ലാ അർത്ഥത്തിലും എടുക്കാൻ പറ്റിയ ആളാണ്. അപ്പോൾ അദ്ദേഹത്തെയാണ് RSSന് താല്പര്യമുള്ളത്. അതേസമയം മോദി പല അർത്ഥത്തിലും ഗുജറാത്ത് കലാപം ഉണ്ടാക്കിയിട്ടുള്ള വേറൊരു വഴിക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രശസ്തി, പിന്നെ അദ്ദേഹം കൃത്യമായിട്ട് അമിത്ഷായൊക്കെ മുൻനിർത്തി ഓപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു അതുവഴി അദ്ദേഹം വന്നുപോയി, വേറെ വഴിയില്ല. പിന്നെ RSSന് അംഗീകരിക്കുന്ന വൃത്തിയുള്ളൂ. അല്ലെങ്കിൽ എന്താ പറയുക,
അത് വലിയ കോൺഫ്ലിക്റ്റിലേക്ക് പോകും. അവരെ സംബന്ധിച്ച് ആത്യന്തികമായി അവരുടെ ഹിന്ദുത്വ ഭരണം ഉണ്ടാവുക എന്നുള്ള സ്വപ്നമാണല്ലോ. അപ്പോൾ അതിലുള്ള കോംപ്രമൈസാണ്. അതിനപ്പുറത്തേക്ക് അവർ ഹാപ്പിയാണെന്ന് വിചാരിക്കാൻ ഒരു നിവൃത്തിയില്ല എന്നാണ് നമ്മൾ കണ്ടായിരുന്നത്. നേരത്തെ ഈ സഞ്ജയ് റാവുത്താണ് പറഞ്ഞത് നാഗ്പൂർ തോൽപ്പിക്കാൻ പോകണം നോക്കിക്കോ എന്ന്. മോദി അമിത്ഷാ ഇവിടെ വന്നിട്ടില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മോദി വന്നിരിക്കും എല്ലാ നേതാക്കളും രാംനാഥ് കോവിന്ദ് അടക്കമുള്ള ആൾക്കാർ എഴുന്നേറ്റ് നിന്ന് കുനിയുന്ന കാണുമ്പോൾ നമ്മൾ ഇദ്ദേഹത്തെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഗഡ്കരി അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് മോദി ഒരു മഹാനും നിലയ്ക്ക് കുനിയാൻ പോകാറില്ല. ഇത്തവണ കഴിഞ്ഞ ദിവസമായിരുന്നു May 27 ഗഡ്കരിയുടെ ബർത്ത്ഡേ. അന്ന് BJP-യിലെ നേതാക്കൾ കൂട്ടമായി വന്ന്, മീൻസ് ഒരു ഗ്രൂപ്പ് ഓഫ് നേതാക്കൾ കൂട്ടമായി വന്ന് അദ്ദേഹത്തിന് ആശംസ അർപ്പിക്കുകയാണ്. അപ്പോൾ ഹിന്ദി ചാനലുകളൊക്കെ പറയുന്നത് ഇതൊരു അസാധാരണ സംഭവമാണ്, ഇദ്ദേഹത്തിന് ഇങ്ങനെ ആശംസ നേരുന്നത്. ആളുകൾ വേറെന്തോ സ്മെല്ല് ചെയ്യുന്നു. മീൻസ് മോദി വീക്കായാൽ പിന്നെ ആരെയായിരിക്കും RSS ഓപ്റ്റ് ചെയ്യുക, എന്താണ് അതിനകത്ത് സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് മണക്കുന്ന ആളുകൾ ഇപ്പോൾ തന്നെ ഗഡ്കരിയെ പ്ലീസ് ചെയ്യാനുള്ള ശ്രമം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നൊക്കെയുള്ള പലതരത്തിലുള്ള തിയറീസ് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് RSSഉം മോദിയും തമ്മിൽ അടയും ചക്കരയും പോലെ അത്രമേൽ സ്നേഹത്തിൽ പോകുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഇത് ഒരുപക്ഷെ കുത്താൻ പറഞ്ഞതാണെങ്കിൽ ഇല്ലെങ്കിലും ഇതിനകത്ത് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ നേരത്തെ ദിവ്യ പറഞ്ഞ പോലെ കർഷകരുടെ കാര്യം, തൊഴിലില്ലാത്ത പ്രശ്നമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് BJP RSSഉം വിചാരിച്ചിട്ടും അവർക്ക് കവറപ്പ് ചെയ്യാൻ കഴിയാത്ത ഇഷ്യൂസായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. സോ അത് വേണമെങ്കിൽ അതിനെ കണക്ട് ചെയ്യാവുന്നതാണ്. അതാണെങ്കിലും അല്ലെങ്കിലും ഇതുള്ളതാണ്. യെസ്, അതാണ്. BJP-യും RSSും തമ്മിൽ ഒരു അകൽച്ചയുണ്ട്, അതെന്തായാലും വ്യക്തമാണ്. പക്ഷേ അതുകൊണ്ട് മോദിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ മോഹൻ ഭാഗവത് ഈ തരത്തിലുള്ള ഒരു സന്ദേശം പ്രസ്താവന നടത്തിയത് എന്ന് എന്തായാലും നമുക്ക് ഈ ഒരു നിമിഷം പറയാൻ കഴിയില്ല. ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് ഈ വിഷയത്തോടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.